കുറിച്ചാണ്. ശാസ്ത്രം പറയുന്നു ഭൂമി സ്വയം അതിൻ്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ കറങ്ങുകയും സൂര്യന് ചുറ്റും വലം വെക്കുകയും ചെയ്യുന്നു, സൂര്യന് ചുറ്റും കറങ്ങുകയും ചെയ്യുന്നു. എന്നാൽ ഈ വിഷയത്തിൽ അള്ളാഹ് പറയുന്നത്, അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുപാട് ആയത്ത് ഭൂമിയെക്കുറിച്ച്, ഭൂമിയെപ്പറ്റി വിശദീകരിക്കുന്ന ആയത്ത് ഖുർആനിൽ ഒരുപാട് കാണാം. അവിടെ എവിടെയും ഭൂമി സഞ്ചരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. എന്നാൽ വഹുവല്ലദീ ഖലഖൽ ലൈല വന്നഹാറ വശംസ വൽ ഖമറ കുല്ലുൻ ഫീ ഫലകിൻ യസ്ബഹൂൻ, സൂര്യനും ചന്ദ്രനും രാവും പകലും എല്ലാം അതിൻ്റെതായ ഭ്രമണപഥത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. സൂര്യനും ചന്ദ്രനൊക്കെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് ഖുർആൻ ഒരുപാട് സ്ഥലത്ത് പറയുന്നുണ്ട്. അവിടെ എവിടെയും ഭൂമി കറങ്ങുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നിയേക്കാം കറങ്ങുന്നില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് തോന്നിയേക്കാം. എന്നാൽ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. സൂറത്തു അന്നഹൽ 15-ാമത്തെ ആയത്ത്, ഭൂമിയിൽ ഊന്നി ഉറച്ചു നിൽക്കുന്ന മലകൾ നാം സ്ഥാപിച്ചിരിക്കുന്നു, ഭൂമി നിങ്ങളെയും കൊണ്ട് ആടി ഉലയാതിരിക്കാൻ. ഇളകാൻ പോലും അള്ളാഹ് സമ്മതിച്ചിട്ടില്ല. അത്ര കാം ആൻഡ് ക്വയറ്റിലാണ് അള്ളാഹ് ഭൂമിയെ വെച്ചിട്ടുള്ളത്. ഒന്ന് ഇളകാൻ പോലും ഇതാകാത്ത കോല, ഇളക്കം പോലും തട്ടാത്ത കോലത്തിൽ ആണി തറച്ച് വെച്ചിരിക്കുകയാണ്. ആണി ഇറക്കുന്നതിന് ഇളകാതക്കാനാണ്. അങ്ങനെ ആ പർവ്വതങ്ങളെ കൊണ്ട് ആണി തറച്ച് നിങ്ങളെ നാം ഇവിടെ വെച്ചിരിക്കുന്നു എന്ന്, ഇളകാതെ നിൽക്കാൻ വേണ്ടിയിട്ട്, ഭൂമി നിങ്ങളെയും കൊണ്ട് ആടി ഉലയാതിരിക്കാൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു. അതിനർത്ഥം പിന്നല്ലേ കറങ്ങലും സഞ്ചരിക്കലൊക്കെ. ഒന്ന് ഇളകാൻ പോലും അള്ളാഹ് സമ്മതിക്കുന്നില്ല. അപ്പോൾ അത് അങ്ങനെയല്ല, അതുകൊണ്ട് ഇത് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ് എന്നൊക്കെ ഹൃദയത്തിൽ രോഗം ബാധിച്ചവർ ഒരുപക്ഷെ പറഞ്ഞേക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല ഒന്നും കൂടി വ്യക്തമാക്കി തരുന്നുണ്ട്. സൂറത്ത് അൽ ഫാത്തിർ, ഇന്നല്ലാഹ യുംസികുസ് സമാവാതി വൽ അർള്, അള്ളാഹു ആകാശഭൂമികളെ നീങ്ങിപ്പോകാതെ അൻതൻസൂല എന്നാ നീങ്ങിപ്പോകാതെ പിടിച്ചു നിർത്തുന്ന, നീങ്ങാൻ സമ്മതിക്കാതെ അള്ളാഹ് ആകാശത്തെയും ഭൂമിയെയും പിടിച്ചു വെച്ചിരിക്കുന്നു പറഞ്ഞത്. പിന്നെ എങ്ങോട്ട് ഇതിനേക്കാൾ വ്യക്തമായിട്ട് അള്ളാഹ് നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞു തരിക? ഇനിയും വിശ്വസിക്കാത്തവർ ഒരു കാലത്തും വിശ്വസിക്കാൻ പോകുന്നില്ല. അവർ ശാസ്ത്രത്തെ മതമായി അംഗീകരിച്ചവരാണ് എന്ന് മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഇപ്പോൾ പറഞ്ഞു വെച്ചത് ഭൂമി പരന്നിട്ടാണ്, മാത്രമല്ല ഭൂമി സഞ്ചരിക്കുന്നില്ല എന്നും അള്ളാഹ് പറയുന്നു. ശാസ്ത്രം നേരെ ഓപ്പോസിറ്റാണ് പറയുന്നത്.